എല്ലാവർക്കും ധനിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് പുളിയോഗര വെച്ചിട്ട് ഒരു മിക്സ്ഡ് വെജിറ്റബിൾ പുലാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം റൈസ് തയ്യാറാക്കി എടുക്കണം. ബസുമതി റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഒരു 3-4 തവണ നന്നായി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് അല്പം ഉപ്പും 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ എണ്ണ ഒഴിക്കാം. കുക്കർ അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. വിസിൽ വന്ന ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിനകത്തുള്ള പ്രഷറൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വാർത്തെടുക്കണം. വെള്ളമെല്ലാം ഊറ്റി കളയണം. റൈസ് തയ്യാറാക്കി എടുത്തതിന് ശേഷം വെജിറ്റബിൾസ് തയ്യാറാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്, കുറച്ച് ബീൻസ് ഇതെല്ലാം കൂടി എടുത്തിട്ട് എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പുളിയോഗര പൗഡറാണ്. MTRൻ്റെ പുളിയോഗര പൗഡറാണ് ഞാനിവിടെ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത്. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കഴുകി വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു 10-15 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഏകദേശം പകുതി മൂത്ത് വരുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കഴുകി വെച്ച ഒരു പിടി മുന്തിരിങ്ങ കൂടി ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതേ പാനിലേക്ക് തന്നെ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞിട്ട് അത് കൂടി ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. റൈസ് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുളിയോഗര പൗഡറിനകത്തും ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് കൂടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴന്നു വന്നാൽ ഇതിനകത്തേക്ക് ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു ചെറിയ തക്കാളി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളി വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. കാരണം പുളിയോഗര പൗഡർ ചേർക്കുമ്പോൾ പുളിയോഗര പൗഡറിൽ കുറച്ച് പുളിയുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം നമുക്ക് തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ അധികം പുളിയില്ലാത്ത തക്കാളിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന് ഉപ്പുണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ചേർത്ത ഉപ്പൊക്കെ കണക്കാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു അടപ്പ് വെച്ചിട്ട് ഒരു മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുകയാണ്. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് പച്ചക്കറികളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിനകത്തേക്ക് ഈ പച്ചക്കറികളെല്ലാം നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് തന്നെ ഇങ്ങനെ മാറ്റി വെക്കാം. ഒരു സൈഡ് ഇതുപോലെ കാലിയാക്കിയിട്ട് വിടണം. എന്നിട്ട് അവിടെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിക്കണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ നെയ്യിൽ വറുത്തെടുത്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ നെയ്യ് ചേർക്കാത്തത്. ഇനി ഇതിനകത്തേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ പുളിയോഗര പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പൗഡർ ചേർക്കുന്ന സമയത്ത് തീ ഓഫാക്കിയിട്ടത് ഈ പൗഡർ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഈ പുളിയോഗര പൗഡർ മുഴുവൻ ഇട്ടതിന് ശേഷം വെറുതെ ഒന്ന് ആ ചേർത്ത് വെച്ച ഓയിലിൽ ഒന്ന് വെറുതെ മിക്സ് ചെയ്തെടുക്കാം. തീ ഒന്ന് ഓൺ ചെയ്യേണ്ട ഈ ഒരു സമയത്ത്. ഇതിനകത്തേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പുളിയോഗര പൗഡർ നന്നായി മിക്സ് ചെയ്ത് കിട്ടുന്നവരെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനനുസരിച്ച് നോക്കി ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഓയിൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ആ പൗഡറൊക്കെ നന്നായി മിക്സ് ചെയ്ത് കിട്ടുന്നവരെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ പച്ചക്കറികളെല്ലാം സൈഡിലേക്ക് മാറ്റി വെച്ചിരുന്നല്ലോ, ഈ ഒരു പച്ചക്കറികളെല്ലാം ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് കിട്ടുന്ന ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു മസാല കൂട്ടിലേക്ക് നമ്മുടെ റൈസ് ഇതേപോലെ ഒന്ന് കുറച്ചായിട്ട് ചേർത്ത് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം.
ഇവിടെ ഞാൻ എടുത്ത പാന് കുറച്ച് ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയധികം റൈസ് ഇതിനകത്തേക്ക് ചേർക്കുമ്പോൾ അതിനകത്ത് കുറച്ച് മെല്ലെ ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇങ്ങനെ ചോറ് മുഴുവൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാ പുളിയോഗര പൗഡറും ഇതെല്ലാം കൂടി വെജിറ്റബിൾസും ഒക്കെ ഇതിനകത്തേക്ക് പിടിച്ച് കിട്ടുന്ന രീതിയിലേക്ക് വേണം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാൻ. ഒരുവിധം നന്നായിട്ട് യോജിച്ച് കിട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു പിടി മല്ലിയില കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ മുൾഭാഗം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ ചൂടിൽ ഒന്നിങ്ങനെ വേവിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. ഇപ്പോൾ അടപ്പ് മാറ്റി കഴിയുമ്പോൾ നന്നായിട്ട് നമ്മളെ റൈസൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പുളിയോഗര വെച്ച് തയ്യാറാക്കിയ മിക്സ്ഡ് വെജിറ്റബിൾ പുലാവ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുലാവ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ റൈസൊക്കെ നല്ല മണി പോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പൊട്ടും ചീഞ്ഞു പോയിട്ടൊന്നുമില്ല. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.